ആധുനിക ഇന്ത്യൻ ഹോക്കിയുടെ ദൈവം. 2016 ജൂലൈ 13 PR ശ്രീജേഷിനെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായി നിയമിച്ചു. തോൽവിയിൽ നിന്ന് വിജയത്തിന്റെ പടവുകൾ ആഞ്ഞു കയറി ലോകത്തിന്റെ നെറുകയിലെത്തിയ യാത്ര. ഹബീബി, വെൽക്കം ടു മൈ ചാനൽ. പറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് മനസ്സിലായോ? PR ശ്രീജേഷ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആധുനിക ഇന്ത്യൻ ഹോക്കിയുടെ ദൈവം. നമുക്ക് ക്രിക്കറ്റിലൊരു ദൈവമുണ്ട്, അത് മറ്റാരുമല്ല സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കർ. അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ ആധുനിക ഹോക്കിക്കും ഒരു ദൈവമുണ്ട്, അതാണ് PR ശ്രീജേഷ്. 1988 മെയ് 8 എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്ത് പട്ടത്ത് രവീന്ദ്രന്റെ മകനായി ജനനം. തിരുവനന്തപുരം ജില്ലയിലെ ഗവൺമെന്റ് രാജ സ്പോർട്സ് സ്കൂളിലായിരുന്നു നമ്മുടെ ശ്രീജേഷിന്റെ പഠനമെല്ലാം. അങ്ങനെ GB രാജ സ്കൂളിലെ പഠനകാലത്താണ് അദ്ദേഹത്തിന്റെ പരിശീലകൻ അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്നത് ഗോൾ കീപ്പർ ആവാൻ. അവിടുന്നാണ് ഇന്ത്യ കണ്ട ഇന്ത്യയുടെ വൻ മതിലായ PR ശ്രീജേഷ് എന്ന ഗോൾ കീപ്പറുടെ ഉദയവും. പിന്നീട് 2004 പെർത്തിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ഹോക്കി മത്സരത്തിൽ ഇന്ത്യൻ ജൂനിയർ ടീമിന്റെ അംഗമായി അരങ്ങേറ്റവും കുറിച്ചു. അങ്ങനെ അവിടുന്ന് PR ശ്രീജേഷ് തന്റെ വലിയ യാത്രയുടെ തുടക്കം കുറിക്കുകയായിരുന്നു. 2006 കൊളംബോയിൽ നടന്ന ദക്ഷിണേഷ്യൻ ഗെയിംസിലൂടെ അദ്ദേഹം തന്റെ സീനിയർ ടീമിലേക്കുള്ള വരവറിയിച്ചു. അങ്ങനെ വർഷം കടന്നുപോയി. 2008 ജൂനിയർ ഏഷ്യ കപ്പിലെ ഇന്ത്യയുടെ വിജയത്തെ തുടർന്ന് ടൂർണമെന്റിലെ മികച്ച ഗോൾ കീപ്പർ എന്ന ബഹുമതി PR ശ്രീജേഷിനെ തേടി എത്തി. 2008 ശേഷം പലപ്പോഴായി അദ്ദേഹത്തിന്റെ അവസരം നിഷേധിക്കപ്പെട്ടെങ്കിലും പിന്നീട് 2011 ഏഷ്യൻ ചാമ്പ്യൻസിൽ 2 പെനാൽറ്റി സ്ട്രോക്ക് സേവ് ചെയ്തതുവഴി അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ സ്ഥിര സാന്നിധ്യമായി മാറി. പിന്നീട് അങ്ങോട്ട് PR ശ്രീജേഷ് എന്ന ഗോൾ കീപ്പറുടെ സുവർണ കാലഘട്ടമായിരുന്നു. അങ്ങനെ അദ്ദേഹം 2012 നടന്ന സമ്മർ ഒളിമ്പിക്സിലും പിന്നീട് 2014 നടന്ന ലോകകപ്പിലും ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം കളിച്ചു. 2014 ദക്ഷിണ കൊറിയയിലെ ഇഞ്ചോണിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ അദ്ദേഹം പാകിസ്ഥാനെതിരെ 2 പെനാൽറ്റി സ്ട്രോക്കുകൾ സേവ് ചെയ്തത് വഴി ഇന്ത്യക്ക് ലഭിച്ചത് സ്വർണ്ണ മെഡൽ. 2014 അദ്ദേഹത്തിന്റെ ഈ ശ്രദ്ധേയമായ പ്രകടനത്തെ തുടർന്ന് ആ വർഷത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള അവാർഡിലേക്ക് അദ്ദേഹത്തിന്റെ പേരും നിർദ്ദേശിക്കപ്പെട്ടു. എന്നാൽ നെതർലൻഡ്സിന്റെ ജാബ് സ്റ്റോക്ക്മാനോട് അദ്ദേഹത്തിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പുതിയൊരു വലിയ ചുമതല കൂടി വന്നു. അത് മറ്റൊന്നുമല്ല, 2016 ജൂലൈ 13 PR ശ്രീജേഷിനെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായി നിയമിച്ചു. ശരിക്കും PR ശ്രീജേഷിന്റെ തുടക്കവും തോൽവിയിൽ നിന്ന് തന്നെയായിരുന്നു. 2008 ഒളിമ്പിക്സിൽ ക്വാളിഫൈ ചെയ്തിരുന്ന ഇന്ത്യൻ ടീമിന്റെ കോർ ഗ്രൂപ്പ് ഭാഗമായിരുന്നു PR ശ്രീജേഷ്. ഒരു സാധാരണ കർഷകന്റെ മകനായി ജനിച്ച PR ശ്രീജേഷ് തന്റെ കഴിവും കഠിന അധ്വാനവും കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കാണുന്ന വിജയങ്ങളെല്ലാം നേടിയെടുത്തത്. ൽ ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ടീമിനും വിജയ പരാജയങ്ങൾ എല്ലാം നുണയേണ്ടി വന്നു. പരാജയങ്ങളിൽ ഒന്നും തളരാതെ തന്നിലും തന്റെ ടീമിലും 140 കോടി ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 100 വെങ്കല മെഡൽ നേടി ഇന്ത്യൻ ഹോക്കിയുടെ യശസ് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടി. അതെ, അക്ഷരം തെറ്റാതെ അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം ദ വാൾ ഓഫ് ഇന്ത്യൻ ഹോക്കി എന്ന്. 4 ഒളിമ്പിക്സുകൾ കളിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ഗോൾ കീപ്പർ എന്ന ബഹുമതിയും
അദ്ദേഹത്തെ തേടിയെത്തി. ശരിക്കും കഠിനാധ്വാനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മുടെ സ്വന്തം PR ശ്രീജേഷ്. പിന്നീട് 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീം സ്വർണ്ണ മെഡൽ നേടി ചരിത്രം ആവർത്തിച്ചു. ഇന്ത്യയുടെ ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിന് ചുക്കാൻ പിടിച്ചതും നമ്മുടെ സ്വന്തം ശ്രീജേഷ് തന്നെയായിരുന്നു. അവിടം കൊണ്ടൊന്നും PR ശ്രീജേഷും ഇന്ത്യൻ ഹോക്കി ടീമും അവരുടെ തേരോട്ടം നിർത്തിയില്ല. പിന്നീട് 2024 പാരീസ് ഒളിമ്പിക്സ് ക്വാർട്ടറിൽ ബ്രിട്ടനെ പെനാൽറ്റി ഷൂട്ടൗട്ട് തോൽപ്പിച്ച് സെമിയിലെത്തുകയും പിന്നീട് സ്പെയിനെ 2-1 തോൽപ്പിച്ച് ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ ഇന്ത്യൻ ഹോക്കി ടീമും PR ശ്രീജേഷും ഇന്ത്യക്ക് വേണ്ടി നേടിത്തന്നു. ഒരു കൂട്ടം കളിക്കാരുടെ കഠിനാധ്വാനത്തിന്റെ യാത്ര, തോൽവിയിൽ നിന്ന് വിജയത്തിന്റെ പടവുകൾ ആഞ്ഞു കയറി ലോകത്തിന്റെ നെറുകയിലെത്തിയ യാത്ര. ക്രിക്കറ്റിന്റെ പുറകെ മാത്രം പോയെന്നൊരു ജനതയെ അവിടുന്ന് മാറി ചിന്തിക്കാനും ഹോക്കിയിലേക്ക് ചേക്കേറാനും പ്രേരിപ്പിച്ച ഘടകം PR ശ്രീജേഷ് തന്നെയാണ്. അങ്ങനെ പാരീസ് ഒളിമ്പിക്സിന് ശേഷം PR ശ്രീജേഷ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഗോൾ കീപ്പർ അദ്ദേഹത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനവും നടത്തി. പിന്നീട് ആധുനിക ഇന്ത്യൻ ഹോക്കിയുടെ ദൈവമായ PR ശ്രീജേഷിന്റെ 16-ാം നമ്പർ ജേഴ്സി ഇന്ത്യൻ സ്പോർട്സ് കൗൺസിൽ പിൻവലിച്ചു. ഇനി നമുക്കൊരിക്കലും 16-ാം നമ്പർ ജേഴ്സി കളിക്കളത്തിൽ കാണാൻ സാധിക്കുകയില്ല. അതെ, PR ശ്രീജേഷ് നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രം, മറ്റാരും നിങ്ങൾക്ക് പകരക്കാരൻ ആവുകയില്ല. അതെ, PR ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ കാവൽ മാലാക തന്നെയാണ്. അങ്ങ് ചൈനയിൽ മാത്രമല്ല, ഇന്ത്യയിലുമുണ്ട് ഒരു വലിയ വൻമതിൽ. അത് ഇന്ത്യൻ ഹോക്കിയുടെ ഗോൾ കീപ്പർ PR ശ്രീജേഷ് തന്നെയാണ്. ഹാറ്റ്സ് ഓഫ് യു ലെജൻഡ്. സോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫോളോ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ മാസ്സലാമ.